Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അതെ. അതിൽ വേജസ് ആൻഡ് സാലറി കംപ്ലീറ്റ് ആയോ? മിസ്സേ മൂന്നാമത്തെ ഇൻസെന്റീവ് ഇനി എടുത്തിട്ടുണ്ട്. ഡിയർനെസ് അലവൻസ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഡിയർനെസ് അലവൻസിന് മറ്റൊരു പേരുണ്ട്, അത് നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് എന്നാണ് കേട്ടോ. മറക്കരുതേ. മിനിറ്റ്. നമ്മൾ നോക്കാൻ പോകുന്ന പെയ്ഡ് ബെനിഫിറ്റ്സ് ആണ് എന്ത്? ഇൻസെന്റീവ് എന്നാണ്. നമ്മള് അഡീഷൻ ടു വേജ് ആൻഡ് സാലറിക്ക് കൂടാതെ നമ്മൾ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിവാർഡ്, എക്സ്ട്രാ റിവാർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇൻസെന്റീവ് ഈസ് ദ റിവാർഡ് പെയ്ഡ് ഇൻ അഡീഷൻ ടു വേജ്, whether monetary or not, that motivates or compensate an employee for the performance above the standard. അവർ സ്റ്റാൻഡേർഡ് പെർഫോമൻസിനേക്കാളും എബോവ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി എന്ത് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ബോണസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബോണസ് പേയ്മെന്റ് എന്നൊക്കെ. അപ്പോ ഈ ബോണസ് തന്നെയാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത് കേട്ടോ. പേയ്മെന്റ് ഓഫ് ഇൻസെന്റീവ് ഡിപ്പെൻഡ്സ് അപ്പോൺ, എന്തിനൊക്കെയാണ് ഇൻസെന്റീവ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ കമ്പനിയിൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എംപ്ലോയീസിന് ഇൻസെന്റീവ് കൊടുക്കും. ഈ പ്രാവശ്യം നല്ല രീതിയിൽ സെയിൽസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ചെറിയൊരു ശതമാനം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ സെയിൽസിന്റെ ചെറിയൊരു പെർസെന്റേജ് നമ്മൾ എംപ്ലോയീസ് ഷെയർ ചെയ്യും. ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, അപ്പൊ വലിയൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ചെറിയൊരു പെർസെന്റേജ് നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ഷെയർ ചെയ്ത് കൊടുക്കും. ഇതാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ബോണസ് ആണ്. നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ബോണസിനെ തന്നെയാണ് എക്സ്ട്രാ ബോണസ്. നമ്മൾ കൊടുക്കുന്ന ബോണസിനെയാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡക്ടിവിറ്റി, സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മേ ബി നമ്മൾ പ്രൊഡക്ടിവിറ്റിയുടെ ബേസിലായിരിക്കും ഇൻസെന്റീവ് കൊടുക്കുന്നത്. ഓരോ എംപ്ലോയീസും എക്സ്ട്രാ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അവരുടെ സ്റ്റാൻഡേർഡിനേക്കാൾ എബോവ് എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് ഇൻസെന്റീവ്സ് കൊടുക്കുക. മേ ബി സെയിൽസ് നോക്കിയിട്ട് ഓരോ ചിലപ്പോൾ സെയിൽസ് പേഴ്സൺസ് ഉണ്ടാവും, അപ്പൊ അവരുടെ സെയിൽസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയിട്ട് ബോണസ് കൊടുക്കും. പിന്നെ ഒരാള് കൂടുതൽ യൂണിറ്റ്സ് സെയിൽ ചെയ്തു, സോ അദ്ദേഹത്തിന് കൂടുതൽ ഇൻസെന്റീവ് കൊടുക്കും. ദെൻ പ്രോഫിറ്റ്, നമ്മുടെ കമ്പനിക്ക് നല്ലൊരു പ്രോഫിറ്റ് ആണ് ചെയ്താൽ അതിന്റെ ഒരു ചെറിയൊരു പെർസെന്റേജ് നമ്മുടെ എംപ്ലോയീസ് ആയിട്ട് ഷെയർ ചെയ്യും. പ്ലസ് പ്രോഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോ ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേജ് ഓർ സാലറി കൂടാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ റിവാർഡിനെയാണ് എന്ത് പറയുന്നത്? ഇൻസെന്റീവ് എന്ന് പറയുന്നത്. അത് നമ്മൾ മോണിറ്ററി ടൈംസിൽ തന്നെയാണ് കൊടുക്കാറ്. സ്റ്റാൻഡേർഡ് പെർഫോമൻസിനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യുമ്പോൾ ഒരു എംപ്ലോയി അദ്ദേഹത്തിന് ഒരു ആക്ച്വൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് 1000 യൂണിറ്റ്സ് ആണ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് 1200 ആണ്. സോ അവർ 200 എക്സ്ട്രാ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എബോവ് സ്റ്റാൻഡേർഡ് ആണ്. സോ ആ 200 യൂണിറ്റ്സിൽ നമ്മൾ ബോണസ് കൊടുക്കും. ദാറ്റ്സ് എന്താണ്? ഇൻസെന്റീവ് ആണ്. ഈ പ്രൊഡക്ടിവിറ്റിയുടെ കേസിലും സെയിൽസിന്റെ കേസിലും പ്രോഫിറ്റിന്റെ കേസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസെന്റീവ്സ് കൊടുക്കാറുണ്ട്. ഇനി ഇതിൽ ആരെങ്കിലും കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടോ? ഇല്ല. ടാക്സ്, ബികോം, എംകോം ടാക്സുകാരുണ്ട്. ഓക്കെ, ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ അതിന് പറയുന്ന പേര് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നാണ് കേട്ടോ. എന്നുവെച്ചാല് എക്സ്ട്രാ ബെനിഫിറ്റ്സ്. ഇപ്പൊ നമ്മുടെ എംപ്ലോയീസിന് പ്രൊവിഡന്റ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, EPF എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ? EPF, PF കേട്ടിട്ടുണ്ടോ ഈ പേരൊക്കെ? അപ്പൊ നമ്മുടെ കമ്പനിയുടെ എംപ്ലോയർ ചെറിയ പെർസെന്റേജും, ചിലപ്പോൾ എംപ്ലോയർ 12.5%, എംപ്ലോയി 12.5%ആണ് എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? PF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഗ്രാറ്റുറ്റി എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റിന്റെ സമയത്ത് നമുക്ക് എംപ്ലോയിക്ക് കൊടുക്കുന്ന ആ എമൗണ്ടിനെയാണ്, ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു എമൗണ്ട് ഗ്രാറ്റുറ്റി ആയിട്ട് കൊടുക്കും. ദെൻ മെഡിക്കൽ കെയർ കൊടുക്കാറുണ്ട്. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ സ്ഥാപനം തന്നെ മീറ്റ് ചെയ്യും. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, ആക്സിഡന്റ് റിലീഫ്, വർക്ക്മാൻ കോമ്പൻസേഷൻ, വർക്ക്മാൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് എന്നൊക്കെ പറയും.
നമ്മൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട്. പെയ്ഡ് ഹോളിഡേസ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി തന്നെ നമുക്ക് ഹോളിഡേ പാക്കേജ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കമ്പനി ഇൻഷുറൻസ് എടുക്കും. മേ ബി നമ്മൾ കുറച്ച് പെർസെന്റേജ് ഇടും, അതോടൊപ്പം തന്നെ കമ്പനി കുറച്ച് പെർസെന്റേജ് എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മള് LIC പോലെ ലൈഫ് ഇൻഷുറൻസ് പോലെ പേ ചെയ്യും. ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, അത് കമ്പനി തന്നെ എല്ലാ എംപ്ലോയീസിനും വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കും. ലാസ്റ്റ് പറയുന്നത് പെൻഷൻ ആണ്. പെൻഷൻ കേട്ടിട്ടുണ്ടാവില്ല, നമ്മള് റിട്ടയർ ആയി കഴിയുമ്പോൾ മന്ത്ലി നമുക്ക് സാലറിയുടെ അത്രയും വലിയ എമൗണ്ട് അല്ല, എന്നാലും ചെറിയൊരു എമൗണ്ട് പെൻഷൻ ആയിട്ട് അലോ ചെയ്യും. പ്ലസ് പെൻഷൻ. അപ്പൊ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. Fringe benefits. It is a general term used to describe any of the variety of non-wage or supplemental benefits. Non-wage, wage കൂടാതെ അതേപോലെ supplementary benefits ആണ് that employees receive in addition to the regular wage. ഒരു റെഗുലർ വേജ് കൂടാതെ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ സപ്ലിമെന്ററി ബെനിഫിറ്റ്സ് ആണ് എന്ത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. These includes such employee benefits. ഇതിൽ എന്തെല്ലാം വരുന്നുണ്ട്? എംപ്ലോയി ബെനിഫിറ്റ്സുകൾ വരുന്നുണ്ട്. ബെനിഫിറ്റ്സ് ആസ് പ്രൊവിഡന്റ് ഫണ്ട്. ഫസ്റ്റ് വരുന്നത് എന്താണ്? പ്രൊവിഡന്റ് ഫണ്ട്, PF. ഗ്രാറ്റുറ്റി, ഇത് പേര് മാത്രമേ പഠിക്കാനുള്ളൂ. കൊമേഴ്സുകാർക്ക് അതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. മെഡിക്കൽ കെയർ, ഹോസ്പിറ്റലൈസേഷൻ, ആക്സിഡന്റ് റിലീഫ്, പെയ്ഡ് ഹോളിഡേ, ഹെൽത്ത് ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ്, ആൻഡ് ലാസ്റ്റ്ലി പെൻഷൻ എക്സെട്ര. ഇത്രയും ബെനിഫിറ്റ്സ് ആർക്ക് കിട്ടുന്നുണ്ട്? എംപ്ലോയിക്ക്, എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പെർക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ കൊമേഴ്സുകാർ എന്താ പറയുക, പെർക്സ് എന്ന് പറയുന്നത് ഇതില് നമ്മൾ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന്, ഓർഗനൈസേഷനിലുള്ള ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ ബെനിഫിറ്റ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർക്സ് എന്ന് പറയുന്നത് കേട്ടോ. പെർക്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ബെനിഫിറ്റ്സുകളാണ്, അത് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യില്ല. ചില ജോബുകളിൽ, ചില എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് മാത്രമാണ് ഈ ഒരു ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഹൈക്കോടതി ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജിനൊക്കെ അവർക്ക് ഹൗസ്, ഫർണിഷ്ഡ് ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്ലസ് അവർക്ക് കമ്പനിയുടെ എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെന്റ് കാർ അലോ ചെയ്യുന്നുണ്ട് വിത്ത് ഡ്രൈവർ. ഇത് ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചില പൊസിഷനിലേക്ക് മാത്രമായിട്ട്. അതാണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. Perquisites, also called perks, are special benefits made available only to the top executives of the organization. ഒരു ഓർഗനൈസേഷന്റെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർക്സ് എന്ന് പറയുന്നത്. This may include company car. കമ്പനിയുടെ കാർ ഇതിൽ വരുന്നുണ്ട്. കമ്പനി പ്രൊവൈഡ് ചെയ്യും കാർ ഫോർ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി അലോ ചെയ്യുന്നുണ്ട്. ഓൺലി ഫോർ ഒഫീഷ്യൽ പർപ്പസ്. പിന്നെ എക്സ്ട്രാ ഡബിൾ 2 കാറൊക്കെ അലോ ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ വരാറുണ്ട്. ഫർണിഷ്ഡ് ഹൗസ്, നമുക്ക് ഹൗസ് റെന്റ് അലവൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അലവൻസിൽ പറഞ്ഞില്ലേ, ഹൗസ് റെന്റിന് താമസിക്കുന്ന എംപ്ലോയീസിന് ഹൗസ് റെന്റ് അലവൻസ് കൊടുക്കുന്നു. അതേപോലെ നമ്മുടെ എംപ്ലോയർ തന്നെ ഫർണിഷ്ഡ് ഹൗസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു? എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് ഫർണിഷ്ഡ് ഹൗസ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫർണിഷ്ഡ് ഹൗസ്. സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കമ്പനിയിൽ നമ്മൾ എന്താ പറയാ, പബ്ലിക് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ, പബ്ലിക് ഇഷ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർസ് പബ്ലിക്കിന് എന്താ പറയാ വിൽക്കുന്ന സമയത്ത്, സെയിൽ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എംപ്ലോയീസിന് അത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ എംപ്ലോയിക്ക് അതിന്റെ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക്, കുറഞ്ഞ പ്രൈസിന് നമുക്ക് ആ സ്റ്റോക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പൊ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമുകൾ ഉണ്ടാവും. ക്ലബ് മെമ്പർഷിപ്പ്, നമ്മള് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനം ഏതെങ്കിലും ക്ലബായിട്ട് കയ്യിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫ്രീലി മെമ്പർഷിപ്പ് കിട്ടും. പിന്നെ ലാസ്റ്റ്ലി പെയ്ഡ് ഹോളിഡേയ്സ്, നമുക്ക് പെയ്ഡ് ആയിട്ട് ഹോളിഡേയ്സ്, നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഹോളിഡേ ഫുൾ പാക്കേജും കാര്യങ്ങളും ആര് തന്നെ വഹിക്കും? നമ്മുടെ കമ്പനി തന്നെ വഹിക്കും. ഇത്രയുമാണ് പെർക്സില് വരുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ്ലി നോക്കിയത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസിറ്റ്സ് ആണ്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞു നോൺ വേജ് സപ്ലിമെന്റൽ ബെനിഫിറ്റ്സ് ആണ്.
നമ്മുടെ റെഗുലർ വേജിൽ നിന്ന് അഡീഷണൽ ആയിട്ട് എംപ്ലോയിക്ക് റിസീവ് ചെയ്യുന്ന സപ്ലിമെന്റ് ബെനിഫിറ്റ്സിനെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുറ്റി, മെഡിക്കൽ കെയർ, ഹോസ്പിറ്റലൈസേഷൻ ഫണ്ട്, ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട്, പെയ്ഡ് ഹോളിഡേസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ് ആൻഡ് ഇൻക്ലൂഡിംഗ് പെൻഷൻ അടക്കം എല്ലാ എമൗണ്ടും എക്സ്ട്രാ ആയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന, വേജ് കൂടാതെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന എല്ലാ എമൗണ്ടും എവിടെ വരുന്നു? ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്നു. ഇത് കൂടാതെ സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ആർക്ക് കൊടുക്കുന്നുണ്ട്? എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടോപ്പ് എക്സിക്യൂട്ടീവ്സിനാണ് പെർക്സ് കൊടുക്കുന്നത്. ടോപ്പ് എക്സിക്യൂട്ടീവ്സിനാണ് പെർക്സ് കൊടുക്കുന്നത്. ദീസ് മേ ഇൻക്ലൂഡ്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? കമ്പനി കാർ, ഫർണിഷ്ഡ് ഹൗസ്, സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ്, ക്ലബ് മെമ്പർഷിപ്പ് ആൻഡ് പെയ്ഡ് ഹോളിഡേസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ അതും എന്തിൽ തന്നെ വരുന്നു? പെർക്സിൽ വരുന്നു. നമ്മൾ നോക്കിയത് ഇൻസെന്റീവ്സ് ആയിരുന്നു. നമ്മൾ നോക്കിയത് കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ആദ്യം നമ്മൾ ഡീൽ ചെയ്തത് വേജസ് ഓർ സാലറി ആണ്. നമുക്കറിയാം വേജ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി, അവർലി ഓർ വീക്ക്ലി ബേസിൽ നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷനെയാണ് നമ്മൾ വേജസ് എന്ന് പറയുന്നത്. മിനിമം വേജ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു റീസണബിൾ വേജിനേക്കാൾ താഴെയുള്ള ഒരു പ്രൈസ് ആയിരുന്നു. ഒരു ഫിക്സ് ചെയ്യുന്ന ഒരു എമൗണ്ട്, ഇപ്പൊ എന്താ പറയാ, ഒരു ഒരു റീസണബിൾ റേറ്റിനേക്കാളും അതിൽ താഴെ വരുന്ന ഒരു വേജിനെയാണ് മിനിമം വേജ് എന്ന് പറയുന്നത്. ഫെയർ വേജ് എന്ന് പറഞ്ഞാൽ മിനിമം വേജിനും ലിവിംഗ് വേജിനും ഇടയിൽ വരുന്ന ഒരു എമൗണ്ട് ആണ് ഫെയർ വേജ് എന്ന് പറയുന്നത്. ലാസ്റ്റിൽ നമ്മൾ ലിവിംഗ് വേജ് നോക്കിയിട്ടുണ്ടായിരുന്നു. വേജിൽ നമുക്ക് ഒരു ഏറ്റവും ഹൈപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടുന്നത് ലിവിംഗ് വേജിലാണ്. നമുക്ക് എക്സ്ട്രാ എമൗണ്ട് സേവിങ്സും മറ്റു കാര്യങ്ങളും നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസ് കാര്യങ്ങൾ മീറ്റ് ചെയ്യാനും എല്ലാത്തിനും വേണ്ട അത്രയും പൈസ നമുക്ക് ലിവിംഗ് വേജ് കിട്ടും. സാലറി നമ്മൾ നോക്കി. സാലറിയിൽ ഗ്രോസ് സാലറി ആൻഡ് നെറ്റ് സാലറി നോക്കി. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് ഓഫ് സാലറി, നമുക്ക് എത്രയാണോ ടോട്ടൽ എമൗണ്ട് ഓഫ് സാലറി കിട്ടുന്നത് അതിനെയാണ് നമ്മുടെ സാലറി അല്ലെങ്കിൽ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മളുടെ ടാക്സ്, ഇൻകം ടാക്സ്, LIC പ്രീമിയം, കോൺട്രിബ്യൂഷൻ ടു PF, എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഡിഡക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് നെറ്റ് സാലറി അല്ലെങ്കിൽ ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്. എന്താണ് നെറ്റ് സാലറി അല്ലെങ്കിൽ ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്? ദെൻ നമ്മൾ അലവൻസുകളാണ് നോക്കിയത്. അലവൻസില് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് ആണ്. ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് ആണ്. It is given to protect the real wage of the workers during inflation. പണപ്പെരുപ്പം അതേപോലെ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ എംപ്ലോയീസിന്റെ റിയൽ വേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിയർനെസ് അലവൻസ് കൊടുക്കുന്നത്. ഇന്ത്യയിലൊക്കെ ഡിയർനെസ് അലവൻസ്, ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജോബൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ ഡിയർനെസ് എന്താണ് ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് എന്നായിരിക്കും വരുന്നത്. ദെൻ നമ്മൾ പിന്നെ നോക്കിയത് ഡിയർനെസ് അലവൻസ് കൂടാതെ നമ്മൾ എംപ്ലോയീസിന് ഇത് കൂടാതെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? മറ്റ് അലവൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സിറ്റി കോമ്പൻസേഷൻ അലവൻസ്, CCA ഫുൾ ഫോം നോക്കി വെക്കാം, HRA, ഹൗസ് റെന്റ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ്, കൺവീനിയൻസ് അലവൻസ്. ഇത് നമ്മൾ കോമ്പൻസേഷൻ പാക്കേജിൽ കൊടുക്കുന്ന മറ്റ് അലവൻസുകളാണ് പറയുന്നത്. ദെൻ നമ്മൾ ഇന്ന് നോക്കിയത് ഇൻസെന്റീവ് ആണ്. ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എമൗണ്ട്, എക്സ്ട്രാ റിവാർഡ് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്നതാണ്. അവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് അവരുടെ എഫേർട്ടിന് നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ റിവാർഡിനെയാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ബോണസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇൻസെന്റീവ്സ് എന്ന് കേട്ടില്ലെങ്കിലും ബോണസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ബോണസ് ആണ്. ഇൻസെന്റീവ് നമ്മൾ എന്തിന്റെയൊക്കെ ബേസിലാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ ഇൻഡിവിജ്വൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ ആ ഒരു യൂണിറ്റ്സ് നോക്കിയിട്ട് അവർ എക്സ്ട്രാ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ബോണസ് കൊടുക്കും. സെയിൽസ്, ഓരോ സെയിൽസ് പേഴ്സണും സെയിൽ ചെയ്യുന്ന ഗുഡ്സ് നോക്കിയിട്ട് അവർ കൗണ്ട് ചെയ്ത യൂണിറ്റ്സ് നോക്കിയിട്ട് അവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കുന്നു. ഇനി നമ്മുടെ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ആ പ്രോഫിറ്റിന്റെ ചെറിയൊരു എമൗണ്ട് ബോണസ് ആയിട്ട് എംപ്ലോയീസിന് കൊടുക്കും. ബോണസ് ആയിട്ട് ആ ഒരു എമൗണ്ട് നമ്മൾ എംപ്ലോയീസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ദെൻ അല്ലാത്ത പക്ഷം നമ്മുടെ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർ ഷെയർ ഇഷ്യൂ ചെയ്യും. എംപ്ലോയീസിന് അവർ ഷെയർ കൊടുക്കും. ബോണസ് ഇൻ ദ ഫോം ഓഫ് ഷെയർ, ബോണസ് ഷെയർസ് എന്ന് പറയും. നമ്മുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ ആ ബോണസ് കൊടുക്കാൻ ഉദ്ദേശിച്ച എമൗണ്ടിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഷെയർ കൊടുക്കും.
അപ്പൊ ഷെയർ കൊടുക്കുമ്പോൾ എന്തായാലും നമ്മുടെ കമ്പനിയിലെ വർക്കേഴ്സ് എംപ്ലോയേഴ്സ് എന്താണ് അവർക്ക് ഓണേഴ്സ് ആയി മാറി. സോ അവർ സ്വന്തം കമ്പനിക്ക് മോശം വരുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുമോ? ഇല്ലാലോ. അവർ നല്ല നമ്മുടെ കമ്പനിക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. സോ ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഫ്രിഞ്ച് ബെനഫിറ്റ്സും പെർക്വിസിറ്റ്സും ലാസ്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നിങ്ങൾ ഒന്ന് ഓവറോൾ റീഡ് ചെയ്ത് നോക്കി. കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. ഡിയർനെസ് അലവൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഡിയർനെസ് അലവൻസ്? എല്ലാവരും മാർക്ക് ചെയ്തെടുത്തിട്ടോ. ഡിയർനെസ് അലവൻസ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ്. എന്താണ് ഡിയർനെസ് അലവൻസ്? കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്.
റീഡ് ചെയ്ത് നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ കോമ്പൻസേഷൻ. നമ്മൾ ഈ കോമ്പൻസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻലി എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മൾ കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു സെൻ the number of factors influencing the remuneration payable to employees. നമ്മളൊരു എംപ്ലോയിക്ക് റെമ്യൂണറേഷൻ പേ ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. They can be categorized into, നമുക്ക് ആ ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്താണെന്ന് ജസ്റ്റ് പറയാം, ഇവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻസ് കൊണ്ട് ഞാൻ പറയാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ പുറത്ത്, ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ നമ്മൾ ഒത്തിരി ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ കമ്പനി, നമ്മുടെ കമ്പനിക്ക് ഓർഗനൈസേഷന്റെ കൺട്രോളിന് അപ്പുറമായിരിക്കും എന്ത് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ കോമൺലി എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്താണ്? ഓർഗനൈസേഷന്റെ അകത്ത് കുറച്ച് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദേ ആർ കോൾഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. അപ്പോ ഒരു കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ച് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള രണ്ട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടർ ആണ്, മറ്റൊന്ന് ഇന്റേണൽ ഫാക്ടർ ആണ്. എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വൺ ഫാക്ടർ അല്ല, ഒരുപാട് ഡിഫറെന്റ് കമ്പോണൻസ് ഉണ്ട്, ഡിഫറെന്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് എന്തെല്ലാം ആണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ലേബർ മാർക്കറ്റ് ആണ്. നമ്മുടെ ലേബർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എങ്ങനെയാണ്, ലേബേഴ്സിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എങ്ങനെയാണ് എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യും. കോസ്റ്റ് ഓഫ് ലിവിങ് എങ്ങനെയാണ്, നമ്മുടെ ജീവിത ചെലവ് എങ്ങനെയാണ്, ലേബർ യൂണിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യും. ലേബർ യൂണിയൻ എന്ന് വെച്ചാൽ യൂണിയൻസ് ഭയങ്കരമായിട്ട് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ്. നമുക്കറിയാം ലേബേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ലോസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ് വെൽ ആസ് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫോളോ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ നമ്മുടെ സൊസൈറ്റിയാണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആരാണ്? സൊസൈറ്റിയാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ ഈ പ്രൈസ് നമുക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ മെയിൻലി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ലേബർ എന്ന് പറയുന്നത്. ലേബറിന് കിട്ടുന്നുണ്ട് വേജ് ആയിട്ട്. സോ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ കോമ്പൻസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആണ്. ഇനി എക്കണോമി, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയാണ് എന്ന് വെച്ചാല് നമ്മുടെ കൺട്രി ഇപ്പൊ ഡിപ്രഷനിലൂടെയാണോ കടന്നു പോകുന്നത്? റെസിഷൻ ആണോ? ഡിപ്രഷൻ ഓർ റെസിഷൻ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ആണോ? ഇങ്ങനെ ഓരോ സിറ്റുവേഷൻ ഉണ്ട്, എക്കണോമിക് സിറ്റുവേഷൻസ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പൻസേഷൻ പാക്കേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഫാക്ടേഴ്സുകൾ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പൻസേഷൻ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര രൂപ കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഓർഗനൈസേഷന്റെ അകത്ത് നമുക്ക് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കോമ്പൻസേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ദേ ആർ ഫസ്റ്റ് നമ്മള് സ്ട്രാറ്റജി ആണ്. നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കോമ്പൻസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എന്ത്? ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പെർഫോമൻസ് അപ്രൈസൽ, പെർഫോമൻസ് ഇവാലുവേഷൻ, ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ പെർഫോമൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിന് ബെറ്റർ കോമ്പൻസേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സ്റ്റാൻഡേർഡ് ആൻഡ് ബിലോ സ്റ്റാൻഡേർഡ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് അവർക്ക് എത്രയാണോ പേയ്മെന്റ് പോകുന്നത് നോക്കിയിട്ടായിരിക്കും അവരുടെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നത്. ഇനി എംപ്ലോയി എന്ന് പറയുന്ന ഒരു ഇന്റേണൽ ഫാക്ടർ ആണ്. കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കി നമ്മൾ അവർക്ക് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യും. സീനിയോറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിൽ ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ നമ്മൾ അവർക്ക് സാലറി ഫിക്സ് ചെയ്യുമ്പോൾ ഒരു ഫ്രഷറിനേക്കാളും കൂടുതൽ എമൗണ്ട് ഫിക്സ് ചെയ്യും. ദെൻ എക്സ്പീരിയൻസ് നോക്കിയിട്ട് നമ്മൾ റെമ്യൂണറേഷൻ കൊടുക്കാറുണ്ട്. ആൻഡ് ലക്ക് ആൻഡ് പൊട്ടൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരുടെ താല്പര്യങ്ങൾ, അവരുടെ വളർച്ച റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എംപ്ലോയീസിന് സാലറി ഫിക്സ് ചെയ്യുന്നത്.
സാധ്യത, വളർച്ച സാധ്യത എല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നത്, സാലറി ഫിക്സ് ചെയ്യുന്നത്. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ മാനേജ്മെന്റിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. അതിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാനായിട്ട് പോകുന്നത്. ഫോളോയിങ് ആർ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് കോമ്പൻസേഷൻ. കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ആദ്യം വരുന്നത് ലേബർ മാർക്കറ്റ് ആണ് കേട്ടോ. ആദ്യം വരുന്നത് ഏതാണ്, ലേബർ മാർക്കറ്റ്. Demand and supply of the labor influence the fixation of wage and salary. Wage and salary ne influence ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ഇത്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ ലേബർ. ഓക്കെ, ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ലേബർ സപ്ലൈ കൂടുതലാണ് നമ്മളുടെ എവിടെയാണ്, നമ്മുടെ മാർക്കറ്റിൽ ലേബർ സപ്ലൈ കൂടുതലാണ്. ഒരുപാട് ലേബേഴ്സ് ഉണ്ട്, വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ലേബേഴ്സ് ഉണ്ട്. സോ അവിടെ എങ്ങനെയായിരിക്കും വേജ് റേറ്റ്, വേജ് കുറവായിരിക്കും. ലേബർ സപ്ലൈ കൂടുതലാണെങ്കിൽ വേജ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. കാരണം നമുക്ക് ഡിമാൻഡിനേക്കാളും ഇപ്പൊ ഡിമാൻഡ് 5 ലേബേഴ്സ് ആണ് വേണ്ടത്, പക്ഷെ 10 പേര് ഉണ്ട് വർക്ക് ചെയ്യാൻ. സോ നമ്മള് ഏറ്റവും കുറവിന് വേജ് ഫിക്സ് ചെയ്താലും 10 പേരിൽ നിന്ന് 5 പേര് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് വരും. സോ അതുകൊണ്ട് എന്താണ്, ലേബർ ഡിമാൻഡ് ലെസ് ദാൻ ദ ലേബർ സപ്ലൈ. ലേബർ ഡിമാൻഡ് കുറവും ലേബർ സപ്ലൈ കൂടുതലാണെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന വേജ് എങ്ങനെയാണ്, ലോവർ വേജ് ആയിരിക്കും. നിങ്ങൾ കമ്പാരിസൺ ശ്രദ്ധിക്കണം. ലേബർ ഡിമാൻഡിനേക്കാൾ ലെസ് ദാൻ ദ ലേബർ സപ്ലൈ. ലേബർ സപ്ലൈ എങ്ങനെയാണ്, കൂടുതലും ലേബർ ഡിമാൻഡ് കുറവാണ്. ജോബുകളുടെ എണ്ണം കൂടുതലും, കുറവും, വ്യക്തികളുടെ എണ്ണം എങ്ങനെയാണ്, ജോബുകളുടെ എണ്ണം കുറവും വ്യക്തികളുടെ എണ്ണം, ജോബ് ചെയ്യാനായിട്ട് റെഡി ആയി വരുന്ന എംപ്ലോയീസിന്റെ എണ്ണം കൂടുതലുമാണെങ്കിൽ വേജ് എങ്ങനെയാണ്, ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും. ഇനി ലേബർ ഡിമാൻഡ് മോർ ആണ്, ഒരുപാട് പേര് വർക്ക് ചെയ്യാൻ വേണം. ജോബുകൾ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്, പക്ഷെ ലേബർ സപ്ലൈ എങ്ങനെയാണ്, കുറവാണ്. ലേബർ ഡിമാൻഡ് മോർ ദാൻ ദ ലേബർ സപ്ലൈ. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, വേജ്, ഹയർ വേജ് റേറ്റ് കൊടുക്കേണ്ടി വരും. ഒരു ഇന്ത്യ പോലൊരു രാജ്യത്താണെങ്കിൽ നമുക്ക് ലോവർ വേജ് റേറ്റ് ആണ് കിട്ടുന്നത്, അല്ലെ? നമ്മുടെ ഇവിടെ ഒരുപാട് പേര് അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോബാണ് എല്ലാവരും ചെയ്യുന്നത്, അല്ല. അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ, ഈ ലേബർ ഡിമാൻഡ് സപ്ലൈ കാരണമാണ് നമുക്ക് ഈ ലോവർ വേജ് റേറ്റ് കിട്ടാനായിട്ട്, വേജ് റേറ്റ് വരാനുള്ള മെയിൻ കാരണം അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എങ്ങനെയാണ്, കൂടുതലാണ്. അപ്പോ ലേബേഴ്സിന്റെ എണ്ണം കൂടുതലാണ്, വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ലേബേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. പക്ഷെ നമ്പർ ഓഫ് ജോബ് അല്ലെങ്കിൽ ലേബർ ഡിമാൻഡ് കുറവാണ്. സോ ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്യും, ലോവർ റേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വേജ് ഫിക്സ് ചെയ്യുന്നത്. ഇനി സപ്പോസ് ലേബർ സപ്ലൈ കുറവ്, ലേബേഴ്സിന്റെ എണ്ണം കുറവാണ്. ന്യൂസിലാൻഡ്, നെതർലാൻഡ് ഒക്കെ പോലത്തെ രാജ്യങ്ങളിൽ അവിടെ വർക്കേഴ്സിന്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് അതുകൊണ്ട് അവിടെ സാലറി വരുന്നത് എങ്ങനെയാണ്, ഹൈ പാക്കേജ് ആയിരിക്കും, വളരെ വലിയ എമൗണ്ട് ആയിരിക്കും അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു കാനഡ ഒക്കെ പോലത്തെ രാജ്യത്താണെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ്. ഭയങ്കരമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ട്രക്ക് ഡ്രൈവേഴ്സ്, ഗുഡ്സ് കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഭയങ്കര റിസ്കി ആയിട്ടുള്ള ജോബാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ ആൾക്കാർ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് എന്താണ്, അവർക്ക് അവിടുത്തെ ട്രക്ക് ഡ്രൈവേഴ്സിന് സാലറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ജോബ് ചെയ്യുന്ന ആൾക്കാരുടെ സാലറി വളരെ, എനിക്ക് തോന്നുന്നു 8 lakh എങ്ങാണ്ടാണ് പെർ മന്ത്. അത്രയും വലിയൊരു എമൗണ്ട് ആണ് അവർക്ക് കിട്ടുന്ന സാലറി. സോ അവിടെ ലേബേഴ്സിന്റെ എണ്ണം കുറവാണ്, വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ലേബേഴ്സിന്റെ എണ്ണം കുറവാണ്. പക്ഷെ ലേബർ ഡിമാൻഡ് വളരെ കൂടുതലാണ്. സോ ലേബേഴ്സിന്റെ എണ്ണം കുറവാണ്, ലേബർ ഡിമാൻഡ് കൂടുതലും ലേബേഴ്സിന്റെ എണ്ണം കുറവാണ്. സോ ഹയർ വേജ് റേറ്റ് ആണ്. ഇനി സപ്ലൈ, ലേബർ സപ്ലൈ ഒരുപാടുണ്ട്. നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ മതി. നമ്മളിവിടെ ഇന്ത്യയില് നമ്മളിപ്പോ ജോബ് വർക്ക് ചെയ്യാണെങ്കിൽ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ എംപ്ലോയർക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. അദ്ദേഹം നമ്മൾ ലോവർ വേജ് റേറ്റിൽ ഫിക്സ് ചെയ്യുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇയാള് പോയി കഴിഞ്ഞാല് എനിക്ക് ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ള ആള് വേറെ ഒരു 2 പേരെ ഇയാളുടെ സാലറിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് എംപ്ലോയേഴ്സ് ഉണ്ട്. ഇപ്പൊ ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത്
എന്താണ് നമ്മുടെ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ്. നമുക്ക് നോക്കാം. ലേബർ മാർക്കറ്റ്. Demand and supply of the labors influence the fixation of the wage and salary. നമ്മുടെ ലേബേഴ്സിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വേജ് ആൻഡ് സാലറി ഫിക്സ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. A lower wage was fixed when the labor demand were less than the labor supply. So, നമ്മൾ ലോവർ വേജ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ലേബർ ഡിമാൻഡ് ലെസ് ദാൻ ലേബർ സപ്ലൈനേക്കാൾ കുറവാണ് എന്ത് ലേബർ ഡിമാൻഡ് എങ്കിൽ, ജോബ് ലേബർ സപ്ലൈനേക്കാൾ കുറവാണെങ്കിൽ ലോവർ വേജ് റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ചില ജോബുകളുടെ എണ്ണം കുറവും ലേബർ സപ്ലൈ കൂടുതലാണ്. അവിടെ ആ ഒരു സെന്റൻസിൽ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കണം. ലേബർ ഡിമാൻഡ് ജോബ് കുറവും എംപ്ലോയീസിന്റെ എണ്ണം കൂടുതലാണ്. സോ ഓട്ടോമാറ്റിക്കലി എന്താണ് ലോ വേജ് റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. A higher wage will have to be paid when the low labor demand more than the labor supply. Suppose higher rate എപ്പോഴാണ് കൊടുക്കുന്നത്? ലേബർ ഡിമാൻഡ് ഒരുപാടുണ്ട്, മോർ ദാൻ ആണ്. ലേബർ ഡിമാൻഡ് എന്ന് വെച്ചാൽ ജോബുകൾ ഒരുപാടുണ്ട്, ബട്ട് ലേബർ സപ്ലൈ എന്താണ് കുറവാണ്. ലേബർ ഡിമാൻഡ് എന്താണ് മോർ ആണ്, ലേബർ സപ്ലൈ കുറവാണ്. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൊടുക്കേണ്ടി വരും? ഹൈ വേജ് റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഹാപ്പൻ ആസ് ഇൻ ദ കേസ് ഓഫ് സ്കിൽഡ് ലേബേഴ്സ്. സാധാരണയായിട്ട് ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? സ്കിൽഡ് ലേബേഴ്സിന്റെ കേസിലാണ് നമ്മൾ ഹയർ വേജ് റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. കാരണം സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് നമ്പേഴ്സ് കുറവായിരിക്കും മാർക്കറ്റിൽ. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ കമ്പൽസറി ആയിട്ട് അവരെ നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പേയ്മെന്റ് ആണ്. ഓക്കെ. Paradoxical situation is prevailing in our country. Exclusively unemployment is being juxtaposed with the shortage of skilled labor. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റൊരു പ്രശ്നമാണ് എന്താണ്? ഒരു അൺഎംപ്ലോയ്മെന്റ് വരാനുള്ള മെയിൻ ആയിട്ട് കാര്യം സ്കിൽഡ് ലേബേഴ്സിന്റെ ഷോർട്ടേജ് ആണ്. ചില ജോബുകൾ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, കാനഡ പോലെയുള്ള രാജ്യത്ത് ആ ഒരു ജോബ് ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം കുറവാണ്. സോ അവിടെ ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. ആ ജോബ് ചെയ്യുന്ന ആൾക്കാരെ ഫുൾ പാക്കേജ് ഫാമിലി വിത്ത് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടാണ് ആ രാജ്യത്തേക്കൊക്കെ എന്ത് ചെയ്യുന്നത്? ഇൻവൈറ്റ് ചെയ്യുന്നത്, അവിടെ വന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. സോ ലേബർ മാർക്കറ്റ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ ലേബർ സപ്ലൈ, ലേബർ ഇൻഫ്ലുവൻസ് ദ fixation of the wage and salary, that is salary and wage and extra benefits influence ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എന്ത്? ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. 2 പ്രാവശ്യം വായിക്കാം. ആ പറയുന്നത് ആ 2 പോയിന്റ് ലോവർ വേജിന്റെയും ഹയർ വേജിന്റെയും കേസ് നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കി. ക്ലിയർ ആണോ എല്ലാവർക്കും? പോയിന്റ്സ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ജസ്റ്റ് സിമ്പിൾ ആണ്. നമുക്ക് ലേബേഴ്സിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ, നമ്മൾ ഇവിടെ ജോലി ചെയ്യാനായിട്ട് എംപ്ലോയീസ് കൂടുതലാണെങ്കിൽ ലോ വേജ് റേറ്റ് ആയിരിക്കും.
എംപ്ലോയീസിന്റെ എണ്ണം കുറവാണെങ്കിൽ എന്താണ് ഹൈ വേജ് റേറ്റ് ആയിരിക്കും. ഇത് ലേബർ മാർക്കറ്റ് ഫോഴ്സ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞതും. ഇനി നെക്സ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് കോസ്റ്റ് ഓഫ് ലിവിങ്. നമുക്ക് വരുന്ന ജീവിത ചെലവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ എംപ്ലോയീസിന്റെ റെമ്യൂണറേഷനെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഇത് കോസ്റ്റ് ഓഫ് ലിവിങ് ഓഫ് ദ എംപ്ലോയി. ജീവിത ചെലവ് എന്നുള്ളത്. ജീവിത ചെലവ് നികത്തുന്നതിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ എംപ്ലോയീസിന്. കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു അലവൻസ് കൊടുക്കുന്നത്? അറിഞ്ഞൂടാ ഏതാണ് കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ്? അറിഞ്ഞൂടാ? ഓക്കെ, DA എന്ന് പറയും. ഡിയർനെസ് അലവൻസ് ആണ് കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ് എന്ന് പറയുന്നത്. നോക്കി വെച്ചിലോട്ട് അത് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ് ഏതാണ്? DA ആണ്. ഇനി നമ്മളെ ലേബർ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആണ് കോസ്റ്റ് ഓഫ് ലിവിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവിത ചെലവ്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ടിന്റെ ഒരു നമ്മൾ ചിലപ്പോൾ ജോലിയിൽ കയറിയ സമയത്ത് ബേസിക് പേ മാത്രം മതിയായിരിക്കും നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട്, ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് നല്ല രീതിയിൽ അത്യാവശ്യം നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ. പിന്നീട് നമുക്കറിയാം പണപ്പെരുപ്പം വരുന്നു, നമ്മുടെ ഗുഡ്സിന്റെയും കാര്യങ്ങളുടെയൊക്കെ പൈസ കൂടുന്നു. ഇന്ന് നല്ല ഒരു ഇൻഫ്ലേഷൻ ടൈമിലൂടെയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് അല്ലെ. പണപ്പെരുപ്പം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില കൂടിയില്ലേ. നമ്മൾ വാങ്ങിക്കുന്ന പണ്ടൊരു 1000 രൂപയും കൊണ്ട് ഓണത്തിന് എവിടെ പോയി കഴിഞ്ഞാല് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കൈ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. ഇന്നാണെങ്കിലോ 2 കിലോ വെളിച്ചെണ്ണ അല്ലേ, 2 കിലോ വെളിച്ചെണ്ണയും കുറച്ച് സാധനങ്ങളിൽ വാങ്ങിച്ചത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ചാൽ തന്നെ 1000 രൂപയുടെ ഏകദേശം പാതി ഭാഗത്തോളം തീർന്നു. അപ്പൊ കോസ്റ്റ് ഓഫ് ലിവിങ് എക്സ്പെൻസിനുള്ള കൂടുതലില്ലേ? നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില കൂടുന്നില്ലേ? ഉണ്ട്. ജസ്റ്റ് അത് തന്നെയാണ് പ്രശ്നം. നമുക്ക് ജീവിക്കാൻ വേണ്ട ഫണ്ടിന്റെ എമൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ്സ് ആൻഡ് അലവൻസ് ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ് എന്ന് പറയും. നമ്മുടെ ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബേസിക് പേയിൽ മാറ്റം വരാതെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് അവരൊരു എമൗണ്ട് തരും. നമുക്ക് ഈ പറയുന്ന എന്താ പറയുന്നത്, ഈ പറയുന്ന അലവൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഒരു എമൗണ്ട് തരുന്നതിനെയാണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയും. DA എന്ന് പറയും, ഡിയർനെസ് അലവൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. The next important to the labor market is the cost of living. അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് എന്ത്? കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. This matter is the criterion during the period of rising the price, but it's forgotten when the prices are stable or falling. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ്സുകളുടെ പ്രൈസ് കൂടുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നത്, നമുക്ക് ജീവിക്കാനുള്ള ചെലവ് കൂടുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കി, നമ്മളുടെ എല്ലാവരുടെയും ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡേ ടു ഡേ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ വിലകള് നമ്മള് പണ്ടൊക്കെ വാങ്ങിച്ചിരുന്ന റേറ്റ് ആണോ ഇന്നത്തെ ഗുഡ്സും കാര്യങ്ങളും വാങ്ങിക്കാനായിട്ട് വരുന്നത്? അല്ലല്ലോ. എല്ലാവരും ഓണത്തിന് പർച്ചേസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. പണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഓണത്തിന് 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തപ്പോ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പൊ കുറവാണ്. നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. കാരണം എന്താണ്? നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ഗുഡ്സിന്റെ കാര്യങ്ങളുടെ ഒക്കെ പ്രൈസ് കൂടാണ്. അപ്പൊ അതൊരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ജീവിക്കാനായിട്ട് അത്രയും ഫണ്ട് നമുക്ക് റൈസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻസ് നമ്മളെ എംപ്ലോയീസിന് ഒരു എക്സ്ട്രാ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. When the cost of living is rise and it is required to be remunerated by payment of dearness allowance. So എന്ത് അലവൻസ് കൊടുക്കുന്ന എംപ്ലോയീസ് ഇത് എന്ത് ചെയ്യാനായിട്ട് കോമ്പൻസേറ്റ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ റെമ്യൂണറേഷൻ നമ്മൾ പറയുന്നതാണ് എന്ത്? ഡിയർനെസ് അലവൻസ്. എന്താണ് പറയുന്നത്? DA അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് എന്നാണ് പറയുന്നത്. ബേസിക് പേ ടു കണ്ടിന്യൂ അൺഇൻറ്ററപ്റ്റഡ്. എന്നുവെച്ചാൽ ഇവിടെ ബേസിക് പേ കൂടുന്നില്ല. ഇപ്പൊ പണപ്പെരുപ്പം വരുന്ന സമയത്ത്, ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് DA കൂടുതലായിരിക്കും. പണപ്പെരുപ്പം കുറഞ്ഞു എന്നുവെച്ചാൽ അത്രയും ഇൻഫ്ലേഷൻ ഇല്ലെങ്കിൽ നമ്മൾ DA കുറവായിരിക്കും. അപ്പൊ ഈ ഇൻഫ്ലേഷനും DA നമ്മൾ എന്താണ് റെസിപ്രോക്കൽ, അതായത് ഒന്ന് കൂടുമ്പോൾ
മറ്റൊന്ന് കൂടും. പണപ്പെരുപ്പം വരുമ്പോൾ ഡിയർനെസ് അലവൻസ് കൂടുന്നു. സാധാരണ ഒരു സിറ്റുവേഷനിലേക്ക് വരാണെങ്കിൽ എന്താണ് ഡിയർനെസ് അലവൻസ് കുറയും. അങ്ങനെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡി എ എന്ന് പറയുന്നത് ഡി എ ഡിസ്ക്രൈബ്ഡ് ആസ് ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് ആണ്. നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസിനെ തന്നെയാണ് എന്ത് പറയുന്നത്, ഡി എ എന്ന് പറയുന്നത്. അപ്പൊ കണക്ട് ചെയ്യാം, കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിയർനെസ് അലവൻസ് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ടു പ്രൊട്ടക്ട് ദ റിയൽ വേജ് ഓഫ് ദ വർക്കേഴ്സ് ഡ്യൂറിംഗ് ദ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ സമയത്ത് അവരുടെ വേജ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് റിയൽ വേജ് വർക്കേഴ്സിന്റെ റിയൽ വേജ് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഏത് ഈ ഡി എ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. ഇൻ ഇന്ത്യ ഇറ്റ് ഹാസ് ബിക്കം ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ വേജ് സിസ്റ്റം. നമുക്കറിയാം ഇന്ത്യ പോലൊരു രാജ്യത്ത്, ഇപ്പോൾ പണപ്പെരുപ്പം ഉള്ള ഒരു രാജ്യത്ത് ഡിയർനെസ് അലവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ വേജിന് മറ്റു ഇൻട്രപ്ഷൻ ഒന്നും ഇല്ല. ബട്ട് എന്താണ്, പണപ്പെരുപ്പം വരുമ്പോൾ പ്രൈസ് ഓഫ് ദ ഗുഡ്സിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിയർനെസ് അലവൻസ് കൂടും. പ്രൈസ് കുറയുമ്പോൾ ഡിയർനെസ് അലവൻസ് കുറയും. പക്ഷെ ഇവിടെ നമുക്ക് പ്രൈസ് കൂടുക മാത്രമാണല്ലോ ചെയ്യുന്നത്, കുറയുന്നൊന്നുമില്ല. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും എല്ലാവരും ഡിയർനെസ് അലവൻസ് കൂടുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ കുറയുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, നമ്മൾ നോക്കിയത് കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. നമ്മുടെ ജീവിത ചിലവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് തരുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സിനെ, എക്സ്ട്രാ അലവൻസിനെയാണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നതും നമ്മുടെ വേജിനെ, കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ഏത് കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി, എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ലേബർ യൂണിയൻ ആണ് കേട്ടോ. ലേബർ യൂണിയൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക്. ലേബർ യൂണിയൻ ലേബേഴ്സിന്റെ വെൽഫെയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷനകത്തുള്ളൊരു ഗ്രൂപ്പ്, ലേബേഴ്സിന്റെ തന്നെ അസോസിയേഷനെയാണ് നമ്മൾ ലേബർ യൂണിയൻ എന്ന് പറയുന്നത്. ഈ ഓർഗനൈസേഷന്റെ അകത്തും പുറത്തായിട്ടുള്ള ഒരു അസോസിയേഷൻസ് ആണ് ലേബർ യൂണിയൻ എന്ന് പറയുന്നത്. ലേബർ യൂണിയൻ ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, കൊടുക്കുന്ന വേജസ് ആൻഡ് സാലറിയുടെ ഒക്കെ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആര്, ലേബർ യൂണിയൻ റെപ്രസെന്റേറ്റീവ്, ലേബർ യൂണിയൻ ലീഡർ ഒക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇഫ് ലേബർ യൂണിയൻ ഇല്ലാത്തൊരു ഓർഗനൈസേഷൻ ആണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ലേബർ യൂണിയൻ നമ്മുടെ കമ്പനിയിൽ ഓർഗനൈസേഷനിൽ ഇല്ല, ലേബർ യൂണിയൻസേ ഇല്ല, അവിടെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടർ ആണ്. എംപ്ലോയീസ് തമ്മിൽ ഒരു എന്താണ് ഒത്തൊരുമയും ഇല്ല, ഓർഗനൈസ്ഡ് അല്ല, അൺഓർഗനൈസ്ഡ് ആണ്. സോ ഇവിടെ പ്രൈസ് അല്ലെങ്കിൽ വേജ് ആൻഡ് സാലറി ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും, എംപ്ലോയർ ആയിരിക്കും അല്ലെ, ഓണർ തന്നെ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, വേജ് ആൻഡ് സാലറി ഫിക്സ് ചെയ്യുന്നത്. സോ അവിടെ നമുക്കറിയാം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണ്. നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെ കൂടുതലാണ്. എംപ്ലോയ്മെന്റ് ഇല്ല, നമ്മളുടെ ക്വാളിഫിക്കേഷൻസിനനുസരിച്ചുള്ള ജോബ് നമുക്ക് അവൈലബിൾ അല്ല. സോ ഈ എംപ്ലോയേഴ്സ് എന്ത് ചെയ്യും, ഈ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ നോക്കും, എത്രയും എഫക്റ്റീവായി മുതലെടുക്കാനായിട്ട് നോക്കും, കുറച്ചും കൂടെ അവർക്ക് ബെനിഫിഷ്യൽ ആക്കാൻ നോക്കും. സോ എന്ത് ചെയ്യും,
മിനിമം വേജിനേക്കാൾ ലെസ് ദാൻ ദ ലീഗൽ മിനിമം വേജിനേക്കാൾ കുറവ് എന്തെങ്കിൽ വേജ് ഫിക്സ് ചെയ്യും. സപ്പോസ് ഒരു ജോലിക്ക് സാധാരണ റീസണബിൾ ആയിട്ടുള്ള ഒരു മിനിമം വേജ് 25,000. വേജ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സാലറി അല്ലെങ്കിൽ 25,000 ഉണ്ടെന്ന് വിചാരിക്കും. 25,000 രൂപയുണ്ട്. പക്ഷെ അവർ എത്ര രൂപ കൊടുക്കുള്ളൂ? 18,000 കൊടുക്കുള്ളൂ. മിനിമം വേജ് ആയിട്ട് എത്ര കൊടുക്കുള്ളൂ? 80 അല്ലെങ്കിൽ 15,000 കൊടുക്കുമെന്ന് വിചാരിക്കും. 10,000 രൂപ നേരെ ആർക്ക് കിട്ടി? എംപ്ലോയർക്ക് കിട്ടി. അങ്ങനെ അവരെന്ത് ചെയ്യും? മാക്സിമം അവർക്ക് എങ്ങനെയെല്ലാം വേജ് സാലറിയിൽ നിന്ന് എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഈ വേജസ് കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്? ലേബർ യൂണിയൻ ഉള്ള ഓർഗനൈസേഷൻസ് ആണ് എങ്കിൽ അവർക്ക് എംപ്ലോയർക്ക് എന്താ പറയാ ഒത്തിരി ഇതേപോലത്തെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും മേഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോഴും ആരെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും? നമ്മുടെ ലേബർ ലീഡേഴ്സ് അല്ലെങ്കിൽ ലേബർ യൂണിയൻ ലീഡേഴ്സ്, ലേബർ റെപ്രസെന്റേറ്റീവ്സിനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാര്യങ്ങൾ വേജസ് ആൻഡ് സാലറി ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇപ്പൊ ലേബർ യൂണിയൻ ഇല്ലാത്തൊരു ഓർഗനൈസേഷൻ ആണ്, അൺഓർഗനൈസ്ഡ് സെക്ടർ ആണെങ്കിൽ എംപ്ലോയറിന്റെ ഇഷ്ടത്തിനായിരിക്കും എന്ത് ചെയ്യുന്നത്? സാലറി ആൻഡ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ എംപ്ലോയറിന്റെ ഇഷ്ടത്തിന് സാലറി ആൻഡ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ അവര് ലീഗൽ മിനിമം വേജിനേക്കാൾ കുറവ് വേജ് ഫിക്സ് ചെയ്യും. അപ്പൊ നമുക്ക് എംപ്ലോയീസിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അത് എന്താണ്, നമ്മുടെ എംപ്ലോയീസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ആ ഒരു വേജിലാണെങ്കിൽ പോലും ജോലി ചെയ്യാനായിട്ട് ഇന്നത്തെ ആൾക്കാർ റെഡിയാവും. ഇനി ലേബർ യൂണിയൻ കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ദെൻ ലേബർ ലോസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ലേബർ ലോസുകൾ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. സോ അതെല്ലാം കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ദെൻ സൊസൈറ്റി ആണ്. നമ്മുടെ സൊസൈറ്റി ആണ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ബട്ട് അപ്പൊ നമ്മൾ കോമ്പൻസേഷൻ ഒരു എംപ്ലോയിക്ക് നമ്മൾ കോമ്പൻസേഷൻ പേ ചെയ്യുമ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് എന്താണ് സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എക്കണോമി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എക്കണോമി കടന്നു പോകുന്ന ഡിഫറെന്റ് എക്കണോമിക് സിറ്റുവേഷനിലൂടെയാണ്. ഡിപ്രഷൻ, റിസിഷൻ, ഇൻഫ്ലേഷൻ, അങ്ങനെ ഡിഫറെന്റ് എക്കണോമിക് സിറ്റുവേഷൻ ആണ്. ഓരോ സിറ്റുവേഷനെയും എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഈ കോസ്റ്റ് ഓഫ് ലിവിംഗ് വരെയും പറഞ്ഞ് നിർത്താണ്, കാരണം ബാക്കിയുള്ള ടോപ്പിക് എടുക്കാനുള്ള സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കോസ്റ്റ് ഓഫ് ലിവിംഗ് വരെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള പോയിന്റ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഞാൻ സമ്മപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എടുത്തത്, ഇന്ന് ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്ത് കമ്പോണൻസ് ഓഫ് എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആയിരുന്നു. അതിൽ നമ്മൾ 4 കമ്പോണൻസ് ആണ് മെയിൻലി എന്ത് ചെയ്തത്? എക്സ്പ്ലെയിൻ ചെയ്തത്. വേജ് ആൻഡ് സാലറി, വേജ് ഓർ സാലറി നമ്മൾ നോക്കി. നമ്മൾ വേജസിലെ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വേജസ് നമ്മൾ നോക്കി. മിനിമം വേജ്, ഫെയർ വേജ് ആൻഡ് ലിവിംഗ് വേജ്. ദെൻ സാലറി നോക്കിയപ്പോ ഗ്രോസ് സാലറി എന്താണ്, നെറ്റ് സാലറി എന്താണ്, ടേക്ക് ഹോം സാലറി എന്താണ് വരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് തമ്മിൽ വളരെ കണക്ഷൻ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാം. ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ് ആണ് നമുക്ക് വരുന്നത്. നമ്മുടെ ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് ഡിയർനെസ് അലവൻസ് എന്ത് ചെയ്യും? കൂടും. അത് നമ്മുടെ എംപ്ലോയീസിന് ഒരു റിയൽ വേജ് പ്രൊട്ടക്ഷൻ, നമ്മുടെ വർക്കേഴ്സിന് റിയൽ വേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ എമൗണ്ട്, ഇൻഫ്ലേഷൻ ടൈമിലൊക്കെ നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നോക്കിയതാണ് സിറ്റി കോമ്പൻസേഷൻ അലവൻസ് എന്താണ്, CCA എന്താണ്. പിന്നെ നമ്മൾ സിറ്റി കോമ്പൻസേഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഷോർട്ട് ഫോം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഫുൾ ഫോം ചോദിക്കും. ദെൻ HRA, HRയുടെ ഫുൾ ഫോം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലവൻസുകൾ, അപ്പൊ അതൊക്കെ നോക്കി വെക്കാം. ദെൻ ലാസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് മെയിൻ ആയിട്ട് ഇൻസെന്റീവ് എന്താണ്? ബോണസിന് തന്നെയാണ് എന്ത് പറയുന്നത്? ഇൻസെന്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ വേജ് കൂടാതെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന മോണിറ്ററി അല്ലെങ്കിൽ മണിയാണ് എന്ത്? ഇൻസെന്റീവ് എന്ന് പറയുന്നത്. എംപ്ലോയീസ് അവരുടെ പെർഫോമൻസിനേക്കാൾ സ്റ്റാൻഡേർഡ് പെർഫോമൻസിനേക്കാൾ കൂടുതൽ അവർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും? ഇൻസെന്റീവ്സ് കൊടുക്കും. പേയ്മെന്റ് ഓഫ് ഇൻസെന്റീവ് ഡിപ്പെൻഡ്സ് ഓൺ എന്തിന്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഇൻസെന്റീവ് കൊടുക്കുന്നത്? ഓരോ എംപ്ലോയീസിന്റെയും പ്രൊഡക്ടിവിറ്റിയുടെ, അവര് സെയിൽ ചെയ്ത സെയിൽസിന്റെ. ദെൻ നമ്മുടെ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് ചെറിയൊരു എമൗണ്ട് ഇൻസെന്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും.
ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്താണ്, പെർക്വിസിറ്റ്സ് എന്താണെന്ന് നോക്കി. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെന്റൽ ബെനിഫിറ്റ്സുകൾ, എംപ്ലോയിക്ക് റെഗുലർ വേജ് കൂടാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലിമെന്റ് ബെനിഫിറ്റ്സിനെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ കെയർ, ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട്, പെയ്ഡ് ഹോളിഡേസ്, ഹെൽത്ത് ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഇൻക്ലൂഡിംഗ് ലാസ്റ്റ്ലി എന്ന് പറഞ്ഞ പെൻഷൻ അടക്കമാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മള് പെർക്വിസിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. പെർക്വിസിറ്റ്സിന്റെ മറ്റൊരു നെയിമാണ് പെർക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മള് എംപ്ലോയീസിന് സ്പെഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ നല്ലൊരു ടോപ്പ് എക്സിക്യൂട്ടീവ്സിനൊക്കെയാണ് നമ്മൾ ഈ സ്പെഷ്യൽ ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മള് ഈ പെർക്വിസിറ്റ്സിന്റെ നമ്മൾ പെർക്സ് എന്ന് പറഞ്ഞു, സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ ബെനിഫിറ്റ്സിനെയാണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് മേ ഇൻക്ലൂഡ് കമ്പനി കാർ, എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്. കമ്പനി കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫർണിഷ്ഡ് ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് സ്കീമുകൾ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനുകൾ, ക്ലബ് മെമ്പർഷിപ്പ്, പെയ്ഡ് ഹോളിഡേസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പെർക്വിസിറ്റ്സിന്റെ ഭാഗമായിട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളായിരുന്നു കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. Then influencing factors influencing compensation, internal and external factors നമ്മൾ പറഞ്ഞു. എന്താണ് ഇന്റേണൽ ഫാക്ടർ, എന്താണ് എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറഞ്ഞു. എക്സ്റ്റേണൽ ഫാക്ടറിൽ 2 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ലേബർ മാർക്കറ്റ്, ലേബേഴ്സിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിംഗും എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ബാക്കി നമുക്ക് ബാക്കിയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീക്ക് ഓണമൊക്കെ കഴിഞ്ഞു വന്നിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഹാപ്പി ഓണമൊക്കെ പറഞ്ഞു പോയതാണ്. നമുക്കിപ്പോ നാളെ മുതൽ നമുക്ക് വെക്കേഷൻ ആണ്. അപ്പോ എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ, ഒരു ഹാപ്പി ഓണം നേരുവാണ് കേട്ടോ. ഹാപ്പി ഓണം മിസ്സേ. ഹാപ്പി ഓണം ഓൾ. Mm-hmm.